വിജയത്തിന് അതിന്റെ സുഗന്ധം നൽകുന്ന സുഗന്ധവ്യഞ്ജനമാണ് പരാജയം. പരാജയം വിജയത്തിന്റെ വിപരീതമല്ല. സുഗന്ധദ്രവ്യങ്ങൾ ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കുന്നത് പോലെ പരാജയങ്ങൾ വിജയത്തിന്റെ സ്വാദ് നിലനിർത്തുന്നു. കറിക്ക് രുചിയേകിയ കറിവേപ്പില കുറച്ചു കഴിയുമ്പോൾ വലിച്ചെറിയപ്പെടുന്നതുപോലെ വിജയിക്കുമ്പോൾ അതിന് താങ്ങായി നിന്ന പരാജയം നാം മറന്നുപോകുന്നു. നമ്മുടെ കഴിവുകൾ മാത്രമല്ല, കഴിവുകേടുകൾ കൂടിയാണ് നമ്മെ വിജയിപ്പിക്കുന്നത്. കഴിവുകളിലേക്ക് നാം എത്തിച്ചേരുന്നത് നമ്മുടെ കഴിവുകേടുകളിലൂടെയാണ്. സ്വന്തം കഴിവുകേടുകൾ അറിയുന്നവരാണ് വിജയത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവർ. അതുപോലെ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് മുന്നേറുന്നവനെ വിജയത്തിലെത്താൻ കഴിയും. അതുകൊണ്ടാണ് പരാജയങ്ങൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് എന്ന് നാം പണ്ടുമുതലേ കേട്ടു ശീലിച്ചത്. പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ വിജയത്തിലേക്കുള്ള ഷോർട്ട് കട്ടുകളാണ്. ഭാവിയിലെ വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള ഇമ്മ്യൂണിറ്റി അത് നമുക്ക് നൽകുന്നു. ലോകത്തിലെ മുഴുവൻ കുട്ടികളുടെയും ഹരമായി മാറിയ ഹാരി പോട്ടർ പരമ്പരയുടെ രചയിതാവായ റൗളിംഗ് നിരവധി പരീക്ഷണങ്ങൾ നേരിട്ടാണ് ഒടുവിൽ വിജയത്തിലെത്തിയത്. പുസ്തകങ്ങൾ സ്വീകരിക്കപ്പെടുന്നതിനു മുമ്പ് പ്രസാധകരിൽ നിന്ന് നിരവധി തിരസ്കരണങ്ങൾ റൗളിങ്ങിന് നേരിടേണ്ടി വന്നു. ദാരിദ്ര്യവും അമ്മയുടെ നഷ്ടവും ഉൾപ്പെടെ വ്യക്തിപരമായ സങ്കടങ്ങളും അവർ അനുഭവിച്ചു. എന്നാൽ ഈ വെല്ലുവിളികൾ വിജയിക്കാനുള്ള അവരുടെ പോരാട്ടങ്ങൾക്ക് ആക്കം കൂട്ടിയതേയുള്ളൂ. ഒടുവിൽ വിജയം റൗളിങ്ങിനു മുമ്പിൽ അടിയറവ് പറഞ്ഞു. ലോകം കണ്ട എക്കാലത്തെയും മികച്ച ബാസ്കറ്റ്ബോൾ കളിക്കാരനാണ് മൈക്കിൾ ജോർദാൻ. തന്റെ കരിയറിലുടനീളം അദ്ദേഹം തിരിച്ചടികൾ നേരിട്ടു. ഹൈസ്കൂൾ ബാസ്കറ്റ്ബോൾ ടീമിൽ നിന്ന് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു. പല മത്സരങ്ങളിലും ദയനീയമായി പരാജയപ്പെട്ടു. ഇതൊന്നും തന്നെ വിജയത്തിലേക്കുള്ള കുതിപ്പിന് അദ്ദേഹത്തിന് വിലങ്ങുതടിയായില്ല. അവസാനം അദ്ദേഹം വിജയത്തിന്റെ ബാസ്കറ്റിൽ തന്റെ പന്ത് കൊണ്ടുപോയി ഇടുക തന്നെ ചെയ്തു. പരാജയം വിജയത്തിന് ശക്തമായ ഉത്തേജകമാണ്. വളർച്ചക്കും പഠനത്തിനുമായുള്ള അവസരങ്ങളായി തിരിച്ചടികളെ സ്വീകരിക്കുക. ഉപ്പും മുളകും ഭക്ഷണത്തിന്റെ രുചി വർദ്ധിപ്പിക്കുന്നതുപോലെ പരാജയങ്ങൾ വിജയത്തിന്റെ സ്വാദ് നിലനിർത്തുന്നു. പരാജയമില്ലെങ്കിൽ വിജയമില്ല. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ്. ഈ തിരിച്ചടികളെ അവസരങ്ങളാക്കി മാറ്റുക.